ഇന്ന് ഏറ്റവും പ്രാധാന്യമുള്ള കേരളത്തിലെ ഒരു പ്രൊഫഷണൽ മെഡിക്കൽ എഞ്ചിനീയറിംഗ് ആർക്കിടെക്റ്റ് ബിഫാം കോഴ്സുകൾ ഇതിലേക്ക് അഡ്മിഷൻ ലഭിക്കാനുള്ള കേരള എൻട്രൻസ് കമ്മീഷനുടെ ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തതിനെ ബേസ് ചെയ്തിട്ടുള്ള വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഏറ്റവും ഷോർട്ടായിട്ടൊന്ന് നോക്കിയാൽ ആരൊക്കെയാണ് ഈ കീം എക്സാമിനേഷൻ എഴുതേണ്ടത്? 2026 അക്കാഡമിക് ഇയറിൽ ഒരു മെഡിക്കൽ പ്രൊഫഷനിലേക്ക്, മെഡിക്കൽ പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ നീറ്റ് എക്സാമിനേഷൻ ആണ് മെഡിക്കൽ പ്രൊഫഷന് വേണ്ടി നാം എക്സാമിനേഷൻ എഴുതേണ്ടത്. പക്ഷേ കീമിന് ആപ്ലിക്കേഷൻ കൊടുത്തെങ്കിൽ മാത്രമേ ഈ മെഡിക്കൽ പ്രൊഫഷനിലുള്ള ഏത് കോഴ്സിലേക്കും നമുക്ക് കേരളത്തിൽ അഡ്മിഷൻ കിട്ടുകയുള്ളൂ. ആ മെഡിക്കൽ പ്രൊഫഷനിൽ വരുന്ന MBBS, BDS, ഹോമിയോ, ആയുർവേദം, വെറ്റിനറി, അഗ്രികൾച്ചർ, ഫിഷറീസ്, ഫോറസ്ട്രി, സിദ്ധ, യുനാനി, കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ്, ബയോടെക്നോളജി, പൊല്യൂഷൻ ആൻഡ് എൻവറോൺമെന്റൽ സയൻസ്, ഇത്രയും കോഴ്സുകളിലേക്ക് അഡ്മിഷൻ കിട്ടണമെങ്കിൽ നമുക്ക് കീം വഴി മെഡിക്കൽ ആസ്പിരൻസ് ആയിട്ടുള്ള മുഴുവൻ വിദ്യാർത്ഥികളും ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യണം. ഇതിനോടൊപ്പം കേരളത്തിൽ എഞ്ചിനീയറിംഗ് കോഴ്സുകൾക്ക് അഡ്മിഷൻ കിട്ടാൻ, ബിടെക് കോഴ്സുകൾക്ക് അഡ്മിഷൻ കിട്ടാൻ കീമിന് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുകയും കീമിൻ്റെ എക്സാമിനേഷൻ എഴുതുകയും വേണം. ഇനി മൂന്നാമതായിട്ട് വരുന്നത് ആർക്കിടെക്റ്റ് കോഴ്സാണ്. ഈ ആർക്കിടെക്റ്റ് കോഴ്സിനും നമുക്കൊരു അഡ്മിഷൻ ലഭിക്കണമെന്നുണ്ടെങ്കിൽ കേരളത്തിൽ കീമിന് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യണം. അതിനുശേഷം നാറ്റ എക്സാമിനേഷൻ നാം അറ്റൻഡ് ചെയ്യണം. ഇനി നാലാമതായിട്ട് വരുന്നത് ഫാർമസി കോഴ്സാണ്, ബിഫാം കോഴ്സ്. ഈ ബിഫാം കോഴ്സിനും നമ്മൾ ഈ കീമിൽ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുകയും അതിനോടൊപ്പം കീമിൻ്റെ എക്സാമിനേഷൻ എഴുതുകയും വേണം. അപ്പോൾ ഈ 4 സെക്ടറിലേക്ക് അഡ്മിഷൻ ലഭിക്കാൻ നമ്മൾ കീമിന് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത് ഈ ജനുവരി 5-ാം തീയതി മുതൽ 31st ഇൻ ബിറ്റ്വീൻ നാം ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യണം. ഇതിനായി വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് കേരള എൻട്രൻസ് കമ്മീഷനുടെ വെബ്സൈറ്റായ ckerala.gov.in എന്ന വെബ്സൈറ്റിലൂടെ ആപ്ലിക്കേഷൻ ഫോം സബ്മിറ്റ് ചെയ്ത് വേണം ഈ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യാൻ. എന്നാൽ ഈ ഓൺലൈൻ ആപ്ലിക്കേഷൻ സബ്മിഷൻ ചെയ്ത് കഴിയുമ്പോൾ ഒരു ഡോക്യുമെൻസും എൻട്രൻസ് കമ്മീഷനുടെ ഓഫീസിലേക്ക് നമ്മൾ പോസ്റ്റലായി അയച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഓൺലൈനായി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക, അത്ര മാത്രമേ ഉള്ളൂ. ഇനി ഓൺലൈൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് വിദ്യാർത്ഥികൾ ഡോക്യുമെൻസുകൾ സബ്മിറ്റ് ചെയ്യണം. ഈ ഫസ്റ്റ് സ്റ്റെപ്പിൽ ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യാൻ ഏറ്റവും പ്രാധാന്യത്തോടെ വിദ്യാർത്ഥികൾക്ക് വേണ്ടത്, 1, ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ വിദ്യാർത്ഥികൾ അപ്ലോഡ് ചെയ്യണം. 2, സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യണം. 3, ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂവ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. പ്ലേസ് ഓഫ് ബർത്ത് പ്രൂവ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യണം. ഈ ഡേറ്റ് ഓഫ് ബർത്തും പ്ലേസ് ഓഫ് ബർത്തും പ്രൂവ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഇക്വലന്റ് ടു നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ആണ്. അതായത് നേറ്റിവിറ്റി പ്രൂവ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. ഇതിനോടൊപ്പം SSLCയുടെ അല്ലെങ്കിൽ 10th സ്റ്റാൻഡേർഡിൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പിയും അപ്ലോഡ് ചെയ്യണം. ഇത്രയും കാര്യങ്ങളാണ് ഏറ്റവും ആദ്യം ഇമ്പോർട്ടൻ്റ് ഡോക്യുമെൻ്റ്സ് ആയി അപ്ലോഡ് ചെയ്യേണ്ടത്. ഇതിനോടൊപ്പം വാലിഡ് ആയിട്ടുള്ള മൊബൈൽ നമ്പറും ഇമെയിൽ അഡ്രസ്സും നാം എൻട്രി ചെയ്യണം. ഈ മൊബൈൽ നമ്പറും ഇമെയിൽ അഡ്രസ്സും നാം എൻട്രി ചെയ്യുമ്പോൾ ഇത് ഏതെങ്കിലും ഒരു കഫേയിലാണ് ചെയ്യുന്നതെങ്കിൽ അവരുടെ മൊബൈൽ നമ്പറോ ഇമെയിൽ അഡ്രസ്സോ അല്ല നമ്മൾ കൊടുക്കേണ്ടത്. നിർബന്ധമായും ഈ എക്സാം എഴുതുന്ന കാൻഡിഡേറ്റിൻ്റെയോ പേരൻസിൻ്റെയോ റിലേറ്റീവ്സിൻ്റെയോ തന്നെ ആയിരിക്കണം ഫോൺ നമ്പരും മെയിൽ അഡ്രസ്സും നാം എൻട്രി ചെയ്ത് കൊടുക്കേണ്ടത്. ഇപ്പം ഇത്രയും ഡോക്യുമെൻറ്റ്സ് ആണ് നമ്മൾ ഏറ്റവും ആദ്യം തന്നെ അപ്ലോഡ് ചെയ്യേണ്ടത്. ഇതിനോടൊപ്പം ഇനി രണ്ടാമതായിട്ട് വേണ്ട ഡോക്യുമെൻസുകൾ എന്ന് പറയുന്നത് നമുക്കുള്ള റിസർവേഷൻസ് ക്ലെയിം ചെയ്യാനുള്ള ഡോക്യുമെൻസുകളാണ്. അതും ഈ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ കൊടുക്കണം. എങ്കിലും ഈ ഓൺലൈൻ ആപ്ലിക്കേഷൻ പ്രൊസീജിയർ നടക്കുന്നത് ജനുവരി 5-ാം തീയതി മുതൽ ജാനുവരി 31st വരെയാണ്. ഈ റിസർവേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ബാക്കിയുള്ള ഡോക്യുമെൻസുകൾ നാം വില്ലേജ് ഓഫീസിൽ നിന്നോ താലൂക്ക് ഓഫീസിൽ നിന്നോ കളക്ട് ചെയ്യുന്ന ഡോക്യുമെൻസുകളാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. ഇതിൽ ഈ കേരള എൻട്രൻസ് കമ്മീഷന്റെ ആപ്ലിക്കേഷൻ പ്രൊസീജിയറിൽ മജോറിറ്റി സർട്ടിഫിക്കറ്റുകൾ നാം കളക്ട് ചെയ്യേണ്ടത് വില്ലേജ് ഓഫീസിൽ നിന്നാണ്. ഓൾ ഇന്ത്യ ആപ്ലിക്കേഷന് എല്ലാം കളക്ട് ചെയ്യേണ്ടത് താലൂക്കിൽ നിന്നാണ്. പക്ഷേ കീമിന് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ അതിന് വേണ്ട ഡോക്യുമെൻസുകളും സർട്ടിഫിക്കറ്റുകളും കളക്ട് ചെയ്യേണ്ടത് വില്ലേജ് ഓഫീസിൽ നിന്നാണെന്ന് മാത്രമല്ല, ആ സർട്ടിഫിക്കറ്റുകളിൽ സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ പർപ്പസ് എന്ന് തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം. ഇങ്ങനെ കളക്ട് ചെയ്യുന്ന സർട്ടിഫിക്കറ്റുകൾ നമുക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ അപ്ലോഡ് ചെയ്യാം.
ഇനി കിട്ടാൻ വൈകിയെങ്കിൽ പോലും നമുക്ക് ഫെബ്രുവരി 7 വരെ ഈ ഡോക്യുമെന്റ്സുകൾ അപ്ലോഡ് ചെയ്യാൻ സമയമുണ്ട്. പക്ഷേ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ജാനുവരി 31 ആണ്. ഇനി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. നോട്ടിഫിക്കേഷനിലേക്ക് പോകാം. അതിനോടൊപ്പം ഈ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നതിന് ഫീസ് ഉണ്ട്. ഒരു ജനറൽ കാറ്റഗറി ഉൾപ്പെടെയുള്ള OBC കാറ്റഗറി ഉൾപ്പെടെയുള്ള മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഒരു കീം എക്സാമിനേഷൻ ആണ് നാം അപ്ലൈ ചെയ്യുന്നതെങ്കിൽ, കീം എക്സാം എന്ന് പറഞ്ഞാൽ എഞ്ചിനീയറിംഗ് കോഴ്സിന് അതിന് എക്സാമിനേഷനും ഉണ്ട്. ഈ കീമിന് ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ, എഞ്ചിനീയറിംഗ് കോഴ്സുകൾക്ക് വേണ്ടി ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ അതിന് 950 rupees ആണ് ആപ്ലിക്കേഷൻ ഫീസായിട്ട് അടക്കേണ്ടത്. ഇവിടെ ഓർക്കുക, നമുക്ക് മൾട്ടിപ്പിൾ കോഴ്സിനാണ് നമ്മൾ ഈ അപ്ലൈ ചെയ്യുന്നത്. എഞ്ചിനീയറിംഗ് ഉണ്ട്, മെഡിക്കൽ കോഴ്സുകളുണ്ട്, ഫാർമസി കോഴ്സുണ്ട്, ആർക്കിടെക്റ്റ് കോഴ്സുണ്ട്. ഇതിനെല്ലാം ഡിഫറൻ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ പാടില്ല. ഒറ്റ ആപ്ലിക്കേഷനിൽ തന്നെ നമുക്കിതിൽ ഏതൊക്കെയാണ് വേണ്ടതെന്ന് സെലക്ട് ചെയ്താൽ മതി. ഇനി ഈ എഞ്ചിനീയറിംഗ് മാത്രമാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ 950 rupees ആണ് ഫീസ് വരിക. ഇനി ഇതിൻ്റെ കൂടെ മെഡിക്കൽ മാത്രമാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ 650 rupees ആണ് ആപ്ലിക്കേഷൻ ഫീസ് വരിക. ഇനി നമ്മൾ BPharm കോഴ്സ് സെലക്ട് ചെയ്യുന്നെങ്കിൽ, BPharmന് നമുക്കറിയാം എക്സാമിനേഷൻ ഉണ്ട്. BPharm കോഴ്സ് സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ 950 rupees ആണ് എക്സാമിനേഷൻ ഫീസ് വരിക. ഇതിനോടൊപ്പം ആർക്കിടെക്റ്റ് കോഴ്സ് ഉണ്ട്. ആർക്കിടെക്റ്റ് കോഴ്സിനാണ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നതെങ്കിൽ 650 rupees ആണ് ആപ്ലിക്കേഷൻ ഫീസായിട്ട് അടക്കേണ്ടത്. അപ്പോൾ എക്സാമിനേഷൻ എഴുതണ്ടാത്ത 2 കോഴ്സുകൾ, അത് മെഡിക്കൽ സെക്ടറും ആർക്കിടെക്റ്റ് കോഴ്സിനും, അതിന് രണ്ടിനും ആപ്ലിക്കേഷൻ ഫീസ് 650 rupees, എഞ്ചിനീയറിംഗിനും BPharm കോഴ്സിനും 950 rupees ആപ്ലിക്കേഷൻ ഫീസ് വരിക. ഇനി ഇത് തന്നെ SC കാറ്റഗറിയുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ ആപ്ലിക്കേഷൻ ഫീസ് കുറവുണ്ട്. എഞ്ചിനീയറിംഗിനും BPharm കോഴ്സിനും 400 rupees, മെഡിക്കൽ കോഴ്സിനും ആർക്കിടെക്റ്റ് കോഴ്സിനും 250 rupees SC കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികൾക്ക് ഫീസായിട്ട് വരിക. ഇനി ഇത് നമുക്ക് ഒരു കോഴ്സായിട്ടല്ല, ഇനി എഞ്ചിനീയറിംഗും മെഡിക്കലും BPharmഉം ഒക്കെ നമുക്ക് സെലക്ട് ചെയ്യാം. ഏതൊക്കെ കോഴ്സുകൾ സെലക്ട് ചെയ്യുന്നോ ആ കോഴ്സുകളെല്ലാം ആഡ് ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷൻ ഫീസ് നമ്മൾ റെമിറ്റ് ചെയ്യേണ്ടി വരും എന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഇതിനൊക്കെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം, ആപ്ലിക്കേഷൻ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്ത് സേവ് ചെയ്ത് വെച്ചാൽ മാത്രം മതി, അല്ലാതെ നമ്മൾ ഒരു ഡോക്യുമെന്റ്സും അയക്കേണ്ട. ഇനി ഇതിന് എക്സാമിനേഷൻ ഉണ്ട്. മെഡിക്കലിനാണെങ്കിൽ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തതിന് ശേഷം എഴുതേണ്ട എക്സാം നീറ്റ് എക്സാം ആണ്. ആ നീറ്റ് എക്സാം നടക്കുന്നത് May 5 2026. എഞ്ചിനീയറിംഗ് കോഴ്സുകളുടെ എക്സാമിനേഷൻ്റെ ഡേറ്റ് എന്ന് പറയുന്നത് ഏപ്രിൽ മാസം 17 മുതൽ 23 വരെയാണ് ഓൺലൈനായിട്ട് നടക്കുന്ന എക്സാമിനേഷൻ്റെ ഡേറ്റുകൾ വരിക. ഇനി ഈ 17 മുതൽ 23 വരെ ആണെങ്കിൽ, 23 വരെ ആണെങ്കിൽ, അതിന് മുമ്പുള്ള 2 ദിവസവും ശേഷമുള്ള 2 ദിവസവും ബഫർ ഡേയ്സ് ആയിട്ടും ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അതായത് 17 എക്സാമിനേഷൻ തുടങ്ങുന്നു, അതിനു മുമ്പ് 13th 16th ബഫർ ഡേയ്സ് ആണ്. 23 എക്സാം തീരുക, 24th 25th ബഫർ ഡേയ്സ് ആണ്. ഈ ബഫർ ഡേയ്സ് എന്ന് വെച്ചാൽ ഇൻ കേസ് ഈ ദിവസങ്ങളിൽ എന്തെങ്കിലും അസൗകര്യമുണ്ടായാൽ ആ എക്സാമിനേഷൻ നടത്തുവാനായി ഈ 4 ദിവസം ബ്ലോക്ക് ചെയ്തിരിക്കുന്നതാണ്. നമുക്കറിയാം, നാഷണൽ ലെവലിലുള്ള വിവിധ എൻട്രൻസ് പരീക്ഷകൾ, സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളുടെ പരീക്ഷകളൊക്കെ നടക്കുന്ന സമയമാണ്. അപ്പം അതുകൊണ്ട് ഒരു ദിവസം ഡിലേ ആകേണ്ട ഒരു സാഹചര്യം ഉണ്ടായാൽ ഈ ദിവസങ്ങളിൽ വേറെ ഒരു യൂണിവേഴ്സിറ്റിയും എക്സാമിനേഷൻ നടത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് ബഫർ ഡേയ്സ് അനൗൺസ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ബേസിക് ആയിട്ട് നാം മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം. ഇനി എൻട്രൻസ് കമ്മീഷനുടെ നോട്ടിഫിക്കേഷനിലേക്കൊന്നും നമുക്ക് പോകാം. കേരള എൻട്രൻസ് കമ്മീഷനുടെ വെബ്സൈറ്റായ ckerala.gov.in എന്ന സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ കീം 2026 അഡ്മിഷൻ ടു കേരള എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ, ഫാർമസി ആൻഡ് മെഡിക്കൽ അലൈഡ് കോഴ്സസ് എന്ന് വിശദമായിട്ട് കാണാം. ഇതിൽ ഏതൊക്കെ കോഴ്സിലേക്കാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. മെഡിക്കൽ കോഴ്സസ് എന്ന് പറഞ്ഞാൽ MBBS, BDS, BHMS, BAMS, BSMS ആൻഡ് BUMS ഇത്രയും മെഡിക്കൽ കോഴ്സുകളിലേക്കും, മെഡിക്കൽ അലൈഡ് കോഴ്സസ് എന്ന് പറഞ്ഞാൽ BSc ഓണേഴ്സ് ആണ് അഗ്രികൾച്ചർ, ഫോറസ്ട്രി, കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ്, അഗ്രികൾച്ചർ ബിസിനസ്. ദെൻ BSc ഓണേഴ്സ് ആയിട്ടുള്ള ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് എൻവറോൺമെന്റൽ സയൻസ്, ബിടെക് ബയോടെക്നോളജി, വെറ്റിനറി സയൻസ്, അതേപോലെ ഫിഷറി സയൻസ്. ഇത്രയും കോഴ്സുകളാണ് അലൈഡ് കോഴ്സുകളിൽ വരിക. ഇനി എഞ്ചിനീയറിംഗ് കോഴ്സസിനകത്ത്
ബിടെക് കോഴ്സുകളായിട്ടുള്ള ബിടെക് അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ്, ബിടെക് ഫുഡ് ടെക്നോളജി, ബിടെക് ഡയറി ടെക്നോളജി, ബിടെക് ഫുഡ് ടെക്നോളജി കോഴ്സസ് അണ്ടർ കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറി സയൻസ് ആൻഡ് ഓഷ്യൻ സ്റ്റഡീസ്. ഈ വരുന്ന കോഴ്സുകളും എഞ്ചിനീയറിംഗ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ ബിടെക് എഞ്ചിനീയറിംഗ് കോഴ്സുകളല്ല, മെഡിക്കൽ സെക്ടറിൽ വരുന്ന അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെയും അതുപോലെ വെറ്റിനറി സയൻസ് ക്യാമ്പസുകളുടെയും ഫിഷറി സയൻസ് ഓഷ്യൻ സയൻസ് ക്യാമ്പസുകളുടെയും ഒക്കെയുള്ള ബിടെക് കോഴ്സുകളിലേക്കും ഒക്കെയാണ് ഈ മെഡിക്കൽ കോഴ്സുകൾ കൺസിഡർ ചെയ്യുക. ഇതിനോടൊപ്പം ഫാർമസി കോഴ്സ് എന്ന് പറയുന്നത് ബിഫാം, ആർക്കിടെക്റ്റ് കോഴ്സ് എന്ന് പറയുന്നത് ബിആർക്ക്. ഇത്രയും കോഴ്സുകളിലേക്കുള്ള അഡ്മിഷന് വേണ്ടിയിട്ടുള്ളതാണ് കീമിന് നാം ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത്. ഇനി ഇതിനോടൊപ്പം തന്നെ കോഴ്സസ് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ എക്സാമിനേഷൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് 5th ജാനുവരി മുതൽ 31st ജാനുവരി വരെ ആണ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് വരിക. ഇതിനടുത്ത് ഏറ്റവും പ്രാധാന്യത്തോടെ നോക്കുക, മൊബൈൽ നമ്പർ ആൻഡ് ഇമെയിൽ ID പ്രൊവൈഡഡ് ഇൻ ദ ഓൺലൈൻ ആപ്ലിക്കേഷൻ ആർ ദെയർ ഓൺ പേരൻസ് ഓർ ഗാർഡിയൻസ് ഓൺലി. ഗാർഡിയന്റെയോ പേരൻസിന്റെയോ കാൻഡിഡേറ്റിന്റെ അല്ലാത്ത ഒരു ഫോൺ നമ്പർ ഒരു കാരണവശാലും നാം എൻട്രി ചെയ്യാൻ പാടില്ല. ഇനി എൻട്രി ചെയ്യുന്ന ഫോൺ നമ്പറും മെയിൽ അഡ്രസ്സും വാലിഡ് ആയിട്ടുള്ളതായിരിക്കുകയും വേണം. ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നാം അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെന്റ്സുകൾ, ഫസ്റ്റ് വൺ, കാൻഡിഡേറ്റ് ഷുഡ് അപ്ലോഡ് SSLC ഓർ ഇക്വലന്റ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. റീസെന്റ് ഫോട്ടോ അപ്ലോഡ് ചെയ്യണം. വിത്തിൻ 6 months എടുത്ത ഫോട്ടോ ആയിരിക്കണം. സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യണം. പ്രൂഫ് ഓഫ് ഡേറ്റ് ഓഫ് ബർത്ത്, നേറ്റിവിറ്റി എലോങ് വിത്ത് ഓൺലൈൻ ആപ്ലിക്കേഷൻ. നേറ്റിവിറ്റി പ്രൂവ് ചെയ്യുന്നത്, അതായത് കേരളത്തിലാണ് ജനിച്ചിരിക്കുന്നത്. അല്ലാത്ത കേസിൽ വരുമ്പോൾ നോൺ കേരളൈറ്റ് കാറ്റഗറിയിലേക്ക് നമ്മൾ മാറും. ഈ കേരളൈറ്റ് കാറ്റഗറി ഉണ്ടെങ്കിൽ മാത്രമേ കേരളത്തിൽ എല്ലാ റിസർവേഷൻസും നമുക്ക് ക്ലെയിം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അല്ലാത്തവർക്കും അഡ്മിഷൻ ലഭിക്കും. പക്ഷേ റിസർവേഷൻ ക്ലെയിം ചെയ്യണമെങ്കിൽ കേരളൈറ്റ് കാൻഡിഡേറ്റ്സിന് മാത്രമായിരിക്കും ഒരു റിസർവേഷൻ ബേസിലുള്ള സീറ്റുകളിലേക്ക് അഡ്മിഷൻ ലഭിക്കുക. ഇനി ഇത്രയും ഡോക്യുമെന്റ്സ് കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന റിസർവേഷൻസിന് വേണ്ടിയിട്ടുള്ള ഡോക്യുമെന്റ്സുകൾ, ആ റിസർവേഷൻ വരുന്ന ഡോക്യുമെന്റ്സുകൾ എന്തൊക്കെയെന്ന് വിശദമായിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ വിശദമായിട്ട് മനസ്സിലാക്കിയതുമാണ്. ആ ഡോക്യുമെന്റ്സുകൾ വേണ്ടത് ഒരു ജനറൽ കാറ്റഗറിയിലുള്ള കാൻഡിഡേറ്റ് ആണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഡോക്യുമെന്റ്സുകൾ ഒന്നും ആവശ്യം വരത്തില്ല. ഇനി എന്തെങ്കിലും ആവശ്യം വന്നാൽ ഇൻകം പ്രൂവ് ചെയ്യുന്ന ഒരു സർട്ടിഫിക്കറ്റ് മാത്രമാണ് അവർക്ക് ആവശ്യം വരിക. അതെന്തിനു വേണ്ടിയിട്ടാണ്? ഒരു സ്കോളർഷിപ്പോ ഫീ ഡിസ്കൗണ്ടുകളോ കിട്ടണമെങ്കിൽ അവർ ഇൻകം പ്രൂവ് ചെയ്യുന്ന ഒരു സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവണം. ഇനി ജനറൽ കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികളിൽ വെരി പുവർ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് കിട്ടുന്ന റിസർവേഷനാണ് EWS റിസർവേഷൻ. അത് 10% റിസർവേഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ വിദ്യാർത്ഥികളും ജനറൽ കാറ്റഗറിയിൽ എക്കണോമിക്കലി വീക്കായിട്ടുള്ള വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വില്ലേജ് ഓഫീസിൽ നിന്നും EWS സർട്ടിഫിക്കറ്റ് കളക്ട് ചെയ്ത് ഇതിനോടൊപ്പം അപ്ലോഡ് ചെയ്യാം. ഇനി ജനറൽ കാറ്റഗറി വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ സർട്ടിഫിക്കറ്റുകൾ മാത്രമേ ഉള്ളൂ. നമ്മൾ പറഞ്ഞു, ഒന്ന് ഇൻകം സർട്ടിഫിക്കറ്റും മറ്റൊന്ന് EWS കാറ്റഗറിയിൽ വരുമെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റും. ബാക്കി വരുന്നതെല്ലാം സ്പെഷ്യൽ റിസർവേഷൻസ് ആണ്. മീൻസ് OBC കാറ്റഗറിയിൽ വരുന്ന ഒരു കാൻഡിഡേറ്റ് ആണെങ്കിൽ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് വേണം. SC/ST കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ കാസ്റ്റ് പ്രൂവ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് വേണം. നമ്മൾ നേരത്തെ പറഞ്ഞ സർട്ടിഫിക്കറ്റുകളെല്ലാം തന്നെ വില്ലേജ് ഓഫീസിൽ നിന്നാണ് കളക്ട് ചെയ്യേണ്ടത്. പക്ഷേ SC/ST കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികൾക്ക് കാസ്റ്റ് പ്രൂവ് ചെയ്യുന്നതിന്, അല്ലെങ്കിൽ അവർ ഇന്റർ കാസ്റ്റ് മാരേജിലുള്ളതാണെന്ന് പ്രൂവ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് വാങ്ങേണ്ടത് താലൂക്ക് ഓഫീസിൽ നിന്നാണ്. അപ്പൊ ഇതേപോലുള്ള കമ്മ്യൂണിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സുകളും, അത് OBC ആയിക്കോട്ടെ, OEC ആയിക്കോട്ടെ, SC/ST കാറ്റഗറി ആയിക്കോട്ടെ, ഇതേപോലുള്ള സർട്ടിഫിക്കറ്റുകൾ വില്ലേജ് ഓഫീസിൽ നിന്നോ താലൂക്ക് ഓഫീസിൽ നിന്നോ കളക്ട് ചെയ്തിട്ട് നാം ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുന്ന സമയത്ത് അത് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. ഇനി ആപ്ലിക്കേഷൻ എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യേണ്ടത്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എങ്ങനെയാണ് കോളംസ് ഫില്ല് ചെയ്യേണ്ടത്, ഇതെല്ലാം ആൽഫ അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിലൂടെ അടുത്ത ദിവസം തന്നെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന വീഡിയോ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിലൂടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സുകളെല്ലാം നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും. ഇനി ആപ്ലിക്കേഷൻ ഫീസ് സബ്മിറ്റ് ചെയ്യുന്ന സമയത്തുള്ള ആപ്ലിക്കേഷൻ ഫീസിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എഞ്ചിനീയറിംഗിന്, ബിഫാമിന്, ആർക്കിടെക്റ്റിന്, മെഡിക്കൽ അലൈഡ് കോഴ്സുകൾക്ക് 925, 925, 650 ഇതേപോലെയാണ് ഫീസുകൾ വരിക. ഇത് രണ്ടും എക്സാമിനേഷൻ ഉള്ള കോഴ്സുകളാണ്. എഞ്ചിനീയറിംഗിന് എക്സാമിനേഷൻ ഉണ്ട്, ബിഫാമിന് എക്സാമിനേഷൻ ഉണ്ട്. ആർക്കിടെക്റ്റിനും മെഡിക്കൽ അലൈഡ് കോഴ്സുകൾക്കും എക്സാമിനേഷൻ ഉണ്ട്. പക്ഷേ കീമിന്റെ എക്സാം അല്ല എഴുതേണ്ടത്. പകരം ആർക്കിടെക്റ്റ് കോഴ്സിനാണെങ്കിൽ നാറ്റ എക്സാമിനേഷനും മെഡിക്കൽ അലൈഡ് കോഴ്സുകൾക്കാണെങ്കിൽ നീറ്റ് എക്സാമിനേഷനുമാണ് എഴുതേണ്ടത്. എക്സാം ഇല്ലാത്തത് കൊണ്ടാണ് ഇവിടെ ഫീസ് കുറവ് വരിക. SC കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ
400 ഈച്ചും 260 ഫീസ് വരിക. ST കാറ്റഗറിയിലെ വിദ്യാർത്ഥികൾക്ക് ഫീസ് ഇല്ലാതെയും ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാം. ഇനി ഇത് തന്നെ UAE എക്സാമിനേഷൻ സെന്റർ വേണ്ടതെങ്കിൽ അവിടെ 16,000 റുപ്പീസ് ഫീസായിട്ട് റെമിറ്റ് ചെയ്യേണ്ടത്. ഇതിനോടൊപ്പം നമ്മൾ റിസർവേഷൻ ക്ലെയിം ചെയ്യുന്ന കമ്മ്യൂണൽ റിസർവേഷനെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ NRI സ്റ്റാറ്റസ് ഏതെങ്കിലും വിദ്യാർത്ഥികൾക്ക് ആവശ്യമുണ്ടെങ്കിൽ, NRI സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് സെക്ടറിൽ, അത് MBBSനാവട്ടെ എഞ്ചിനീയറിംഗിനാവട്ടെ ഏത് കോഴ്സുകളിലേക്കും NRI സീറ്റുകൾ, പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളുടെ 15% സീറ്റ് NRI സ്റ്റാറ്റസ് ഉള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടി റിസർവ് ചെയ്തിരിക്കുന്നതാണ്. അവിടെ ഉയർന്ന ഫീസാണ് വരിക. എക്സാമ്പിൾ MBBSനെ സംബന്ധിച്ചിടത്തോളം ഒരു ഗവൺമെന്റ് കോഴ്സിൽ പഠിച്ചാൽ 25,000 റുപ്പീസ് മാത്രമാണ് ഫീസെങ്കിൽ, അത് സെൽഫ് ഫിനാൻസിങ് കോളേജിലേക്ക് ചെല്ലുമ്പോൾ 9 lakhs റുപ്പീസ് ഫീസെങ്കിൽ, NRI കാറ്റഗറിയിൽ 20 lakhs റുപ്പീസ് ഫീസ് വരിക. അപ്പൊ അങ്ങനെ ഉയർന്ന ഫീസിൽ നമുക്കൊരു കോഴ്സ് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ തന്നെ NRI സ്റ്റാറ്റസ് നേടിവെക്കുക. നമ്മൾ ഈ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഈ NRI സ്റ്റാറ്റസ് നമ്മൾ എടുത്തു വെക്കണം. ഇല്ലെങ്കിൽ നമുക്കൊരു നീറ്റ് എക്സാമിനേഷൻ എഴുതി അല്ലെങ്കിൽ അതേപോലെ ഒരു അഡ്മിഷന്റെ പ്രൊസീജിയറിലേക്ക് എത്തുന്ന സമയത്ത് മാർക്ക് കുറഞ്ഞു പോയാൽ NRI സ്റ്റാറ്റസ് ഇല്ലെങ്കിൽ നമുക്ക് ആ സീറ്റിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പം അതുകൊണ്ട് ഓർക്കുക, NRI സ്റ്റാറ്റസ് വേണ്ട എല്ലാവരും അതിന് വേണ്ട ഡോക്യുമെന്റ്സുകൾ അപ്ലോഡ് ചെയ്യുക. ഇനി റിസർവേഷൻസ് ക്ലെയിം ചെയ്യാനുള്ള സർട്ടിഫിക്കറ്റുകൾ, കമ്മ്യൂണൽ റിസർവേഷൻ അല്ലെങ്കിൽ EWS റിസർവേഷൻ, ഇതേപോലുള്ള സർട്ടിഫിക്കറ്റുകളൊക്കെ വില്ലേജ് ഓഫീസിൽ നിന്നോ താലൂക്ക് ഓഫീസിൽ നിന്നോ ആണ് കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, താലൂക്ക് ഓഫീസിൽ നിന്നുള്ളത് SC ST കുട്ടികൾക്ക് മാത്രം, ബാക്കി എല്ലാവരും വില്ലേജ് ഓഫീസിൽ നിന്ന് തന്നെയാണ് കളക്ട് ചെയ്യേണ്ടത്. ഇനി ബാക്കി വരുന്ന ഈ NRI സ്റ്റാറ്റസ് ഉള്ള വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണ്ട 4 ഡോക്യുമെന്റ്സുകളാണ്. ഒന്ന്, ജോബ് വിസയുള്ള പാസ്പോർട്ട്, അത് എംബസിയിൽ നിന്ന് അറ്റസ്റ്റ് ചെയ്യണം. എംപ്ലോയബിലിറ്റി സർട്ടിഫിക്കറ്റ്, അതും എംബസിയിൽ നിന്ന് അറ്റസ്റ്റ് ചെയ്തത്. മൂന്നാമതായിട്ട് വേണ്ടത് റിലേഷൻഷിപ്പ് സർട്ടിഫിക്കറ്റ് ആണ്. ഈ കാൻഡിഡേറ്റും ഈ സ്പോൺസറും തമ്മിലുള്ള ബ്ലഡ് റിലേഷൻ ഉള്ളവർ മാത്രമേ സ്പോൺസർ ആകാൻ പാടുള്ളൂ. അങ്ങനെയുള്ള ആ ബ്ലഡ് റിലേഷൻ ഉള്ള സ്പോൺസറുടെ റിലേഷൻഷിപ്പ് സർട്ടിഫിക്കറ്റ്. നാലാമതായിട്ട് വേണ്ടത് ഒരു 200 റുപ്പീസിന്റെ രജിസ്ട്രേഷൻ പേപ്പറിൽ ഒരു അഫിഡവിറ്റ് കൊടുക്കണം. ഈ സ്പോൺസർ ഈ കാൻഡിഡേറ്റിന്റെ അഡ്മിഷൻ കഴിഞ്ഞാലും ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് വരെയുള്ള ഫീസുകളും ഹോസ്റ്റൽ ഫീസുകളും എല്ലാം ഈ സ്പോൺസർ തന്നെ റെമിറ്റും ചെയ്യും എന്നുള്ള അഫിഡവിറ്റും സബ്മിറ്റ് ചെയ്യണം. ഈ 4 ഡോക്യുമെന്റ്സുകൾ അപ്ലോഡ് ചെയ്തുകൊണ്ടാണ് NRI സ്റ്റാറ്റസ് നാം നേടിയെടുക്കേണ്ടത്. അപ്പോൾ കീം എക്സാമിനേഷൻ കേരളത്തിൽ നിന്നും അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ഏതൊരു വിദ്യാർത്ഥിക്കും, പ്രത്യേകിച്ച് കേരളൈറ്റ് ആയിട്ടുള്ള ഒരു വിദ്യാർത്ഥിക്ക്, നമ്മൾ നീറ്റ് എക്സാം എഴുതിയാലും അതുപോലെ എഞ്ചിനീയറിംഗ് എക്സാമിനേഷൻ എഴുതണമെങ്കിലും ആർക്കിടെക്ട് എക്സാമിനേഷൻ എഴുതിയാലും BPharm കോഴ്സിന് അഡ്മിഷൻ കിട്ടണമെങ്കിലും കേരളത്തിലെ എൻട്രൻസ് കമ്മീഷനുടെ ckerala.gov.in എന്ന വെബ്സൈറ്റിലൂടെ കീമിന് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാത്ത ഒരു വിദ്യാർത്ഥിയും എലിജിബിലിറ്റി ഒരിക്കലും ലഭിക്കത്തില്ല. ഇനി അങ്ങനെ എലിജിബിലിറ്റി ലഭിച്ചതിന് ശേഷം നന്നായി പഠിക്കുക, മോഡൽ എക്സാമിനേഷൻ എഴുതുക, ഈ വർഷത്തെ എക്സാമിനേഷന് ടോപ്പ് റാങ്ക് അച്ചീവ് ചെയ്യത്തക്ക രീതിയിൽ നന്നായിട്ട് പഠിച്ചു മുന്നേറുക. അങ്ങനെ പഠിക്കാൻ ആൽഫ അക്കാഡമി നിങ്ങൾക്ക് ഈ ലാസ്റ്റ് ടൈം റിവിഷനായി മോഡൽ എക്സാമിനേഷൻ സീരീസും ക്രാഷ് കോഴ്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കേരളത്തിൽ എവിടെയുള്ള വിദ്യാർത്ഥികൾക്കും വിദേശത്തുള്ള വിദ്യാർത്ഥികൾക്കും ഇന്ത്യയിലെ ഏത് സ്റ്റേറ്റിലുള്ള വിദ്യാർത്ഥികൾക്കും ആൽഫ അക്കാഡമിയുടെ ഓൺലൈൻ കോഴ്സിൽ പഠിക്കാം. ലേണിംഗ് ആപ്പാണ്. ആപ്പ് സ്റ്റോറിൽ നിന്നോ ആൻഡ്രോയിഡിന്റെ പ്ലേ സ്റ്റോറിൽ നിന്നോ ഡൗൺലോഡ് ചെയ്ത് വിദ്യാർത്ഥികൾക്ക് വീട്ടിലിരുന്നുകൊണ്ട് ക്രാഷ് കോഴ്സ് പഠിക്കാം, മോഡൽ എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യാം. ഇത് സൗജന്യമായും ആൽഫ അക്കാഡമി പഠിപ്പിക്കുന്നുണ്ട്. ഇത് കൂടാതെ ഫീസ് പേ ചെയ്തുകൊണ്ടുള്ള ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്ത് പഠിക്കാം. ടീച്ചേഴ്സിനോടൊപ്പം താമസിച്ച് പഠിക്കുന്നത് അല്ലെങ്കിൽ കൺവെയൻസ് ഫെസിലിറ്റി യൂസ് ചെയ്തുകൊണ്ട് പഠിക്കുന്നത്, എന്തായാലും ശരി, ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നതിനോടൊപ്പം നന്നായി പഠിക്കണം, നന്നായി മോഡൽ എക്സാമിനേഷൻ എഴുതണം. അങ്ങനെ 2026 മെഡിക്കലിനോ എഞ്ചിനീയറിങ്ങിനോ ആർക്കിടെക്റ്റിനോ BPharm കോഴ്സിലേക്കോ നിങ്ങൾക്കൊരു മികച്ച സീറ്റ് ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നതിനോടൊപ്പം ഇതിലേക്ക് എത്താനായി നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ, ഗൈഡ് ചെയ്യാൻ, ഏറ്റവും മികച്ച റാങ്കിങ്ങിൽ എത്തിച്ചു തരാൻ ആൽഫ അക്കാഡമിയിലെ എക്സ്പേർട്ട് ടീം നിങ്ങളോടുണ്ട് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിലൂടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസുകൾ നിങ്ങളിലേക്ക് ലഭിക്കുമെന്നും, ഇനി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ആൽഫ അക്കാഡമിയുടെ ആലപ്പുഴയിലോ കോട്ടയ്ക്കലിലോ UAE ബ്രാഞ്ചിലോ നേരിട്ട് വന്നാൽ നിങ്ങൾക്ക് സബ്മിഷന് വേണ്ടിയിട്ടുള്ള എല്ലാ ഹെൽപ്പും ചെയ്തു തരുമെന്നും ഓർമ്മിച്ചുകൊണ്ട് എല്ലാ വിജയവും നിങ്ങൾക്ക് നേടാൻ സാധിക്കട്ടെ എന്ന ആശംസയോടെ നിർത്തുന്നു. ഈ ആപ്ലിക്കേഷൻ്റെ കീം ആപ്ലിക്കേഷൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ആപ്ലിക്കേഷൻ എങ്ങനെയാണ് സബ്മിറ്റ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള വിശദമായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഓൾ ദി ബെസ്റ്റ്.